വി വിശ്വനാഥ മേനോനെ അനുസ്മരിക്കുമ്പോൾ ഇടപ്പള്ളി സംഭവത്തെക്കുറിച്ചും എൻ കെ മാധവൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഓർക്കാതിരിക്കാൻ കഴിയില്ല. ശ്രീ എൻ കെ മാധവൻ്റെ മകനും ഇടപ്പള്ളി എന്ന ഒരു പുസ്തകം അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ എൻ എം പിയേഴ്സൺ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ CICC ജയേന്ദ്രൻ നമുക്ക് മുഖ്യപ്രഭാഷണം നൽകിയ ശ്രീ അജിത് കൊളാടി, അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീമതി ശാരദാ മോഹൻ, ശ്രീ MB ബെന്നി, സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് വി അജിത് ലാൽ, അതുപോലെ നമുക്ക് കൃതജ്ഞ രേഖപ്പെടുന്ന ഡോക്ടർ വി മാധവചന്ദ്രൻ, പ്രിയമുള്ളവരെ, സഖാവ് വി വിശ്വനാഥ മേനോനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കപ്പെട്ട ഒരു പേര് എടപ്പള്ളി. ഇതിനപ്പുറത്തുള്ള എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കേരളത്തെ മാറ്റിമറിച്ച ഏതാണ്ട് 10-11 കലാപങ്ങളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്നാണ്. 1939 പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടതിന് ശേഷം കേരളം എങ്ങനെ മാറി എന്ന് മനസ്സിലാവണമെങ്കിൽ എടപ്പള്ളി അടക്കമുള്ള ഏതാണ്ട് 11-12 കലാപങ്ങൾ അല്ലെങ്കിൽ വിപ്ലവങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റും. കേരളം നല്ല രീതിയിൽ മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ സംസാരിച്ച പലരും സൂചിപ്പിച്ചതിൽ എനിക്ക് തോന്നുന്നത് ജിയോ പൊളിറ്റിക്സിൽ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്ത റഷ്യയുടെ വിപ്ലവമാണ് കേരളത്തിലെ ജനങ്ങളെയും ഇന്ത്യയിലെ പലയിടങ്ങളിലെയും ജനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് അടുപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നത് ഒരു സാമൂഹ്യ മാറ്റത്തിന് ഉപകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ടൂളാണ്, ഉപകരണമാണ് എന്ന തിരിച്ചറിവുണ്ടാകുകയും ആ ഉപകരണം ഉപയോഗിച്ച് സമൂഹത്തെ മാറ്റുന്നതിന് വേണ്ടി നിതാന്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുകയും ആ പോരാട്ടങ്ങളിൽ ചോര വീണ വളരെ പ്രമുഖമായിട്ടുള്ളൊരു ഏടാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. അതിലെ ചാവേർ സ്ക്വാഡിൽ ഒരംഗമായിരുന്നു വി വിശ്വനാഥ മേനോൻ എന്നുള്ളത്. നമ്മളിന്ന് എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച അജിത് കൊളാടി സൂചിപ്പിച്ച പുതിയ കാലത്തിൻ്റെ തത്വശാസ്ത്രം, ആ തത്വശാസ്ത്രം രൂപപ്പെടുന്നതിന് ലോകത്ത് നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവവികാസങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു ദിവസം പൊട്ടി വീഴുന്ന ഒരു കാഴ്ചപ്പാടല്ല ഇന്നത്തെ നമ്മളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയും. ചരിത്രപരമായിട്ട് ഒത്തിരി സംഭവവികാസങ്ങളുടെ പിന്തുടർച്ച എന്ന നിലയ്ക്ക് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റൂ. കേരളത്തിലെ മാറ്റങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നെന്ന് പറയുന്നത് നവോത്ഥാന ആശയങ്ങൾ കടന്നു വന്ന് മാറിയ ഒന്നാണ്. അപ്പോൾ നവോത്ഥാനം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് യൂറോപ്പിൽ റെനെ ഡെക്കാർട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞ, അല്ലെങ്കിൽ തത്വജ്ഞാനി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം ഇതാണ്: കോഗിറ്റോ എർഗോസം, ഐ തിങ്ക് ദെർഫോർ ഐ എക്സിസ്റ്റ് എന്നുള്ളതാണ്. ഇവിടെ അജിത്ത് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് പറയുകയും നിങ്ങൾ പറയുന്നത് എന്താണോ അത് പ്രവർത്തിക്കുകയും ചെയ്യുക, അതാണ് സത്യസന്ധമായിട്ടുള്ള ജീവിതം, വിപ്ലവകരമായിട്ടുള്ള ജീവിതം, മനുഷ്യനെ അന്വേഷിക്കുന്ന ജീവിതം എന്ന് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യസ്തമില്ലാത്തതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ തത്വശാസ്ത്രമാണ്. ആ തത്വശാസ്ത്രം ഡെക്കാർട്ടിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഡെക്കാർട്ടിന് പകരം ഈ 20-ാം നൂറ്റാണ്ടോ 21-ാം നൂറ്റാണ്ടോ നമുക്ക് നൽകിയ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ബാബ്ര കൂജർ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഫിലോസഫറുടേതാണ്. ആ മാർക്കറ്റിംഗ് ഫിലോസഫർ പറഞ്ഞെന്താണ്? ഐ ബോട്ട് ദെയർ ഫോർ എക്സിസ്റ്റ് എന്നാണ്. ഞാൻ വാങ്ങുന്നു, അതുകൊണ്ട് ഞാനുണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഉപഭോക്താക്കളായി മാറിയ ഒരു കാലത്ത് ജീവിക്കുന്നവരാണ്. ഉപഭോക്താക്കളുടെ ലോകം നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ മൾട്ടിനാഷണൽസും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വലിയ ഒരു ശൃംഖലയാണ്. ആ ശൃംഖലയ്ക്ക് ഇരയായിരിക്കുന്ന സമൂഹത്തിനകത്ത് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ രൂപപ്പെട്ടു വരുന്നതെന്ന് പരിശോധിച്ചാൽ ആ തത്വശാസ്ത്രത്തിനോ കാഴ്ചപ്പാടിനോ അനുസരിച്ച് രൂപപ്പെട്ടു വരുന്നതായിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള വ്യവസായികളായിട്ടുള്ള രാഷ്ട്രീയ മുഖങ്ങളാണത്. ആ രാഷ്ട്രീയ മുഖങ്ങളുടെ വ്യത്യാസവും അതുതന്നെയാണ്. അവരതിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് സാമൂഹ്യ നന്മയോ
സമൂഹത്തിൻ്റെ മാറ്റമോ മഹത്തായിട്ടുള്ള മാനവിക മൂല്യങ്ങളുടെ വ്യാപനമോ അല്ല അവരുടെ ചിന്തകത്തുക്കൾ. അവർ ജീവിക്കുന്നത് തന്നെ അത്തരത്തിൽ ഉള്ള ജോലി ചെയ്ത് എങ്ങനെയാണ് തങ്ങൾക്ക് തങ്ങളുടെ ഉപജീവനം പൂർത്തീകരിക്കേണ്ടത് എന്ന ചിന്തയിലാണ്. ഇന്നത്തെ ഏത് രാഷ്ട്രീയ നേതാവിനും എടുത്ത് പരിശോധിച്ചാൽ വിശ്വാസ മേനോനിൽ നിന്ന് അവർക്കുള്ള അകൽച്ച എന്ന് പറയുന്നതാണ്. വിശ്വാസ മേനോൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്തോ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്തോ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന കാഴ്ചപ്പാട് അവർ സങ്കല്പിച്ച, അവർ വിചാരിച്ച ലോക നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമായിരുന്നു. അതെന്തെങ്കിലും പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ട് അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി നടത്തിയ പ്രക്രിയ ആയിരുന്നില്ല. തങ്ങൾ വിചാരിച്ച, തങ്ങൾ സ്വപ്നം കണ്ട ഒരു ലോകത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ സമ്പൂർണ്ണമായിട്ട് തന്നെ സമർപ്പിക്കുന്ന അത്യുജ്വലമായിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ ചരിത്രമാണത്. അത്തരത്തിലൊരു ചരിത്രത്തെ ഇന്ന് നിർമ്മിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. നമ്മളുടെ സമൂഹത്തിലുള്ള തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇവരെല്ലാം സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് നാളെ നടക്കും, അതിൻ്റെ റിസൾട്ട് നാളെ വരും. കേരളം ചിലപ്പോൾ UDF ഭരിച്ചേക്കാം, അല്ലെങ്കിൽ LDF ഭരിച്ചേക്കാം. UDF ഭരിച്ചാലും LDF ഭരിച്ചാലും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ആ വ്യത്യാസരാഹിത്യത്തിൻ്റെ തലത്തിലേക്ക് രാഷ്ട്രീയം ഇളകിച്ചേർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണുന്ന സമയത്ത് ആ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നൊരു കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ് വേർതിരിക്കപ്പെടുന്നത് എന്നത് പഴയ കാലത്ത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതായ വേർതിരിവ് തന്നെയായിരുന്നു. ആ വേർതിരിവുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വിശ്വാസമേനോനെ ഓർക്കുമ്പോൾ ആ സ്മരണകൾ ഇന്നിരുന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ പൊള്ളിപ്പിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അത് അഗ്നി പോലെ നമ്മളെ കാർന്നു തിന്നതാണ് എങ്കിൽ പോലും ഇന്നത്തെ സമൂഹത്തിന് അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്തതാണെന്നാണ് ഞാൻ കരുതുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് മാറും. ഇതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആളുകൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി, അതേപോലെ തന്നെ സഞ്ജയ് ഗാന്ധി. ഈ സഞ്ജയ് ഗാന്ധി ഒരിക്കൽ റഷ്യയിൽ ചെന്ന് അവിടെ മാക്സിം ഗോർക്കിയുടെ പ്രതിമ ചൂണ്ടിക്കാണിച്ചത് ആരുടേതാണ് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് പഴയ കാലത്ത് കളിയാക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിലെ ആളുകളോട് മഹാത്മാഗാന്ധിയുടെ പ്രതിമ ചൂണ്ടിക്കാണിച്ചൊരു ചെറുപ്പക്കാരനോട് ഇത് ആരുടേതാണെന്ന് ചോദിച്ചാൽ അവന് ചിലപ്പോൾ തിരിച്ചറിയാൻ പാടില്ല. മഹാത്മാഗാന്ധിയെ മാത്രമല്ല, ഇന്ത്യ നിർമ്മിച്ചതായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയും തിരിച്ചറിയാത്തതായിട്ടുള്ള പുതുതലമുറ, ജെൻസി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള തലമുറ വളർന്നു വരികയാണ്. ആ തലമുറയെ രൂപപ്പെടുത്തുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളാണ് അവരെ രൂപപ്പെടുന്നത്. വിശ്വാസമേനോനെ പോലെയുള്ളതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ നിർമ്മിച്ചെടുത്തതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ല പുതിയ കാലത്ത് നമ്മുടെ സമൂഹത്തിനകത്ത് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പുതിയൊരു ജനതയാണ്. ആ പുതിയ ജനതയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്താണ് എന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാംശീകരിക്കാനായിട്ട് കഴിഞ്ഞത്? ചമ്പാരനിലെ സമരത്തെക്കുറിച്ചാണ് അജിത് കൊളാടി നമ്മൾ നേരത്തെ സംസാരിച്ചത്. ആ ചമ്പാരനിലെ സമരത്തെക്കുറിച്ച് ഇന്നത്തെ ഏത് ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചമ്പാരനിലെത്തിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് മഹാത്മാഗാന്ധിക്ക് കഴിയുന്നത് തന്നെ. അവിടെ എത്തുന്ന സമയത്താണ് എങ്ങനെ ഇന്ത്യയിലെ മനുഷ്യരെന്ന് പറയുന്നത് അന്ന് നിലനിന്നിരുന്നതായിട്ടുള്ള പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഫ്യൂഡൽ ജന്മിമാരുടെയും ഗുണ്ടകളുടെയും അടിമകളായിട്ട് സ്വത്തം നഷ്ടപ്പെട്ടതായിട്ടുള്ള മനുഷ്യരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ആ ഭയത്തിൽ നിന്ന് അവരെ ആദ്യം തന്നെ വിമുക്തരാക്കിയതിന് ശേഷം മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഗാന്ധി വിശ്വസിച്ചത്. എന്നുവെച്ചാൽ ഇന്ത്യക്കാരൻ അവൻ്റെ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയണം. അപ്പോൾ മാത്രമാണ് അവന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ ചിന്തിക്കാനോ കഴിയുന്ന തരത്തിലേക്ക് മാറ്റമുണ്ടാകുകയുള്ളൂ. അപ്പം നമ്മളെങ്ങനെ ചിന്തിപ്പിക്കാൻ ഇന്ന് നിലനിൽക്കുന്ന ഈ സമൂഹത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല നടക്കേണ്ടത്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മളെ പ്രചോദിപ്പിക്കാൻ ആരാണ് നമ്മളുടെ മുന്നിലുള്ളത്? നമുക്കങ്ങനെ നമ്മളെ പ്രചോദിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രഘോഷകനെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് ഇറ്റലി വലിയ തരത്തിലേക്ക് ജീർണതയിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ജനതയെ വിമോചിപ്പിക്കുന്നതിനും അവരെ പ്രബുദ്ധരാക്കുന്നതിനും വേണ്ടി സാവണറോള എന്ന് പറയുന്ന വലിയ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. അതുപോലെ ആരാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പുതിയ കാലത്ത് നിർമ്മിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള മനുഷ്യരാണ് നമ്മളെന്നും നാം മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മനുഷ്യൻ്റെ ശബ്ദത്തെ
സംഗീതത്തെ പോലെ തന്നെ സ്വാംശീകരിക്കാനായിട്ട് കഴിയുന്നവരായി മാറണമെന്ന് പഠിപ്പിക്കാനായിട്ടുള്ളത് ആരാണ് എന്നെങ്കിൽ നമ്മുടെ രക്ഷകൻ എവിടെ എന്നുള്ളത്. നമുക്ക് നാളെ മറ്റന്നാളോ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. അദ്ദേഹം പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ രക്ഷകനായിരിക്കില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാവിധമായിട്ടുള്ള വൃത്തികെട്ട രാഷ്ട്രീയ വ്യാവസായിക സംവിധാനങ്ങളുടെ സംരക്ഷകനായിരിക്കും അദ്ദേഹം. കേരളത്തിലെ ജനതയുടെ സംരക്ഷകനായിരില്ല അദ്ദേഹം. ആകാൻ പാടില്ല എന്നുള്ളതാണ് ഈ പുതിയ കാലം രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വേറിട്ട മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്ന, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, വലിയ മഹത്തായിട്ടുള്ള സ്വപ്നങ്ങൾ കാത്തുവെക്കുന്ന മനുഷ്യരുടെ ലോകത്തെക്കുറിച്ച് നമ്മളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സഖാവ് വിശ്വനാഥ മേനോൻ്റേത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.